ചില ആളുകൾ ദിവസവും ഓരോ വാൾപേപ്പറുകൾ ഓരോ റിംഗിങ് ടൂണുകളൊക്കെ മാറി മാറി സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില ആളുകൾ ആൻഡ്രോയിഡ് മൊബൈലിൽ ഐഫോണിന്റെ റിംഗിങ് ടൂണൊക്കെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നുണ്ടാകുക. എന്നാൽ ഫ്രീ ആയിട്ട് നമുക്ക് ഐഫോണിന്റെ അടക്കം നല്ല അടിപൊളി റിംഗിങ് ടൂണുകൾ അതുപോലെ തന്നെ നല്ല 3D വാൾപേപ്പറുകളൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ട്രിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടാലോ? വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഫാറ്റാടെക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ലഭിക്കും. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക IND ന്യൂസ് ഫോക്കസ് എന്ന് സ്പേസ് ഇടാതെ സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് കാണാം ഏറ്റവും മുകളിൽ. ആ സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു തമ്പനയിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങൾക്ക് എഴുതിയായി കാണാം തമ്പനയിലിൽ 3D വാൾപേപ്പർ, തകർപ്പൻ റിംഗിങ് ടോൺ എല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കും എന്ന്. ഇവിടെ താഴെ റീഡ് മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ തമ്പനയിലൊക്കെ കഴിഞ്ഞ് കുറച്ച് താഴേക്ക് വരാൻ സാധിക്കും. ഇവിടെ തന്നെ താഴെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങൾക്ക് ഈ തമ്പനയിൽ കാണുന്നില്ല എങ്കിൽ ഏറ്റവും മുകളിൽ ഇടതുവശത്ത് നിങ്ങൾക്ക് 3 ലൈൻസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ വാൾപേപ്പേഴ്സ് എന്ന് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു തമ്പനയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ റീഡ് മോർ എന്ന് ഓറഞ്ച് കളറിൽ കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയും താഴേക്ക് വരാൻ സാധിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും. അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കും. എന്നിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. 2 ഓപ്ഷനുകളുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. വീണ്ടും കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ ചോദിക്കും. അത് നോട്ട് നൗ കൊടുത്താൽ മതി. ഓക്കെ. ഇപ്പോൾ ഇവിടെ പ്രീമിയം വേർഷൻ്റെ പർച്ചേസ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ ഇൻഡോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇഷ്ടംപോലെ വാൾപേപ്പറുകൾ ഇവിടെയുണ്ട്. നല്ല 3D വാൾപേപ്പറുകൾ ഇവിടെ കാണാം. അതുപോലെ തന്നെ വീഡിയോ വാൾപേപ്പേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ വാൾപേപ്പറും നമുക്ക് മൊബൈലിലേക്ക് സേവ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല അടിപൊളി 3D വീഡിയോ വാൾപേപ്പേഴ്സ് നമുക്ക് ലഭിക്കും. നല്ല നല്ല അടിപൊളി വീഡിയോ വാൾപേപ്പറാണ് ഇവർ നമുക്ക് നൽകിയിട്ടുള്ളത്. വീഡിയോ വാൾപേപ്പർ മൊബൈലിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ കാണാൻ വേണ്ടി കാണിക്കും. ആ ഒരു ചെറിയൊരു വീഡിയോ കണ്ടാൽ മാത്രം മതി നിങ്ങൾക്ക് ഇത് മൊബൈലിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇനി നമുക്ക് സാധാരണ വാൾപേപ്പർ നോക്കാം. സാധാരണ വാൾപേപ്പറിൻ്റെ ഭാഗത്ത് ഞാൻ പോയി. ഇവിടെ ഇഷ്ടം പോലെ നല്ല നല്ല 3D വാൾപേപ്പേഴ്സുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും നല്ലൊരു വാൾപേപ്പർ സെലക്ട് ചെയ്തിട്ട് മൊബൈലിലേക്ക് സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല നല്ല അടിപൊളി വാൾപേപ്പറുകളാണ് ഇവർ നൽകിയിട്ടുള്ളത്. ഈ ഒരു വാൾപേപ്പർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഞാനത് സെലക്ട് ചെയ്തു. ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വാൾപേപ്പറുകൾ നിങ്ങൾക്കിങ്ങനെ സ്വൈപ്പ് ചെയ്താൽ കാണാൻ സാധിക്കും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്നും മൊബൈലിലേക്ക് സേവ് ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റ് വൺ തിരഞ്ഞെടുത്തു. ഇവിടെ ആ സേവ് ചെയ്യുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അതുമാത്രമല്ല ഇവിടെ സേവ് ടു മീഡിയ ഫോൾഡർ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് ഇവിടെ ആ ഒരു വാൾപേപ്പർ ഗാലറിയിൽ വന്നു കഴിഞ്ഞു. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വാൾപേപ്പർ കാണാം. എത്ര മനോഹരമായിട്ടുള്ള വാൾപേപ്പറാണ്. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ലുക്ക് തന്നെ മാറും. ഓക്കെ. അപ്പോൾ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള വാൾപേപ്പറുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ്. ബാക്ക് വന്നിട്ട് റിംഗിങ് ടൂൺ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇവിടെ കണ്ടു റിംഗിങ് ടൂൺ. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇഷ്ടം പോലെ റിംഗിങ് ടൂണുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ സൗണ്ടുകളും നമുക്ക് ഇവിടെ കാണാം. ഇതൊക്കെ റിംഗിങ് ടൂണാണ് കേട്ടോ. ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാം. ഇവിടെ നോട്ടിഫിക്കേഷൻ സൗണ്ട്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നല്ല നല്ല നോട്ടിഫിക്കേഷൻ സൗണ്ടുകളും നിങ്ങൾക്ക് മൊബൈലിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ആവശ്യമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ സെർച്ച് ബാറിൽ ഐഫോൺ എന്ന് ടൈപ്പ് ചെയ്യാണ്. നമുക്ക് നോക്കാമല്ലോ ഐഫോണിൻ്റെ റിംഗിങ് ടൂൺ കിട്ടുമെന്ന്. ഇപ്പോൾ ഐഫോൺ ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ റിംഗിങ് ടൂൺസ് എന്ന ഭാഗം ഞാൻ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇഷ്ടം പോലെ ഐഫോണിൻ്റെ റിംഗിങ് ടൂണുകൾ ഇവിടെ വന്നു കഴിഞ്ഞു. ഏത് വേണമെങ്കിലും നമുക്കിവിടെ മൊബൈലിൽ സേവ് ചെയ്യാം. ഇവിടെ തന്നെ നമുക്ക് പ്ലേ ചെയ്യാം കേട്ടോ. ഞാൻ ഫസ്റ്റ് വൺ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ ഇഷ്ടം പോലെ റിംഗിങ് ടൂണുകൾ വന്നിട്ടുണ്ട്.
സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഐഫോണിൻ്റെ റിംഗ് ടൂണുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏത് വേണമെങ്കിലും മൊബൈലിൽ സേവ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഫസ്റ്റ് വണ്ണ് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് റിംഗ് ടൂണായിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സേവ് ടു മീഡിയ ഫോൾഡർ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് ആ റിംഗ് ടൂൺ ഗാലറിയിൽ വന്നു കഴിഞ്ഞു. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഓഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതുപോലെ നിങ്ങൾക്ക് ഏത് റിംഗിങ് ടൂണും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്കത് റിംഗിങ് ടൂണായിട്ട് സെറ്റ് ചെയ്യാനും സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.